മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. അലയുന്നൊരജത്തെ പോൽ ഉലകിൽ ഞാനായിരുന്നേ, വലഞ്ഞലഞ്ഞിടാതെ നീ നിന്നലമെന്നിൽ പകർന്നു തന്നോ. അലയുന്നൊരജത്തെ പോൽ ഉലകിൽ ഞാനായിരുന്നേ, വലഞ്ഞലഞ്ഞിടാതെ നീ നിന്നലമെന്നിൽ പകർന്നു തന്നോ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ MG രാജൻ ആസാം. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാഖി പ്രവാചക പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നതെന്തിന്? മലാഖി ഇവിടെ ചോദിക്കുകയാണ്, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. ഈ വാക്കുകൾക്ക് ശേഷം മറ്റൊരു വിഷയത്തിലേക്ക് മലാഖി നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ വായിക്കുന്നത്, നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന്? അന്യോന്യം ദ്രോഹം ചെയ്യുകയാണ്. ഒരാൾ മറ്റൊരാൾക്ക് വിരോധമായി പ്രവർത്തിക്കുകയാണ്. ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കുകയാണ്. അതാണല്ലോ ദ്രോഹം ചെയ്യുക എന്ന് പറയും. അപ്പോൾ വേറൊരാളെ വേദനിപ്പിക്കുക, വിരോധമായിട്ട് പ്രവർത്തിക്കുക, അദ്ദേഹത്തിന് ദോഷം വരുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുക. അപ്പം അങ്ങനെ പല വിധത്തിൽ ദ്രോഹമായിട്ട് പ്രവർത്തിക്കുക. അപ്പം ചെയ്യുന്നതൊന്നും നല്ലതല്ല, അദ്ദേഹത്തിന് ഗുണമായിട്ടുള്ളതോ നന്മയായിട്ടുള്ളതോ അനുഗ്രഹമായിട്ടുള്ളതോ സമാധാനപരമായിട്ടുള്ളതോ ജീവിതത്തിൽ സന്തോഷം നൽകുന്നതോ ഉയർച്ച നൽകുന്നതോ ഒന്നുമായ കാര്യങ്ങളല്ല ഇവിടെ ചെയ്യുന്നത്. മറിച്ച് അതിന് വിപരീതമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ വേറൊരാൾക്ക് ചെയ്തു എന്ന് മാത്രമല്ല ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ലോകത്തിൽ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ചില ആളുകളുടെ സ്വഭാവമേ അങ്ങനെ തന്നെയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ദ്രോഹം പ്രവർത്തിക്കുന്നവരാണ്. ദ്രോഹം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും മറ്റുള്ളവരെക്കുറിച്ച് നുണ പറയുന്നതും ഏഷണി പറയുന്നതും മുറിവേൽപ്പിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും വിധിക്കുന്നതും ഒക്കെ ചിലരുടെ ഒരു വാസനയാണ്. പറഞ്ഞാൽ അവരുടെ ഒരു ജന്മവാസന എന്ന് വേണമെങ്കിൽ പറയാം. ഈ ചിലർക്കത് രക്ഷിക്കപ്പെട്ടെങ്കിലും ആ സ്വഭാവം വിട്ട് കളഞ്ഞിട്ടില്ല. ചിലരുടെ ജീവിതത്തിൽ അതിങ്ങനെ ഒരു പുള്ളിക്ക് തൻ്റെ പുള്ളി മാറ്റാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഇത് ഇവർക്ക് മാറ്റിക്കളയാൻ പറ്റുന്നില്ല. അതൊരു ജന്മവാസന പോലെ ഇങ്ങനെ അവരുടെ കൂടെ തന്നെ മരണം വരെയും ചിലരുടെ കാണും. അവർക്കതിലെന്തോ ഒരു ആനന്ദമുണ്ട്. അങ്ങനെ എത്രയോ ആളുകളാണ് അവിശ്വാസികളുടെ മധ്യേ ഉള്ളത്. എടുത്തു പറഞ്ഞാൽ വിശ്വാസികളുടെ മധ്യേയും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വളരെ ദ്രോഹം ചെയ്യുന്നവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വന്നപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെട്ട് കർത്താവിന് പ്രയോജനമുള്ള പ്രസാദമുള്ള ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തി ചെയ്ത് ജീവിക്കേണ്ടുന്ന ആളുകളാണ്. പക്ഷേ എന്തിനേറെ പറയുന്നു, ചില ആളുകൾ ശരിയായ രീതിയിൽ മാനസാന്തരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സ്വഭാവം പ്രകടമാകുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അവർ ദ്രോഹം ചെയ്യുന്നവരാണ്. ദ്രോഹം ചെയ്യുന്നു. ആര് വേണമെങ്കിലും അവർ ദ്രോഹിക്കും. അതിന് ഇന്നയാളെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ആ ദ്രോഹം ആദ്യം അവർക്ക് പറ്റാവുന്ന ചെറിയ ചെറിയ മേഖലകളിൽ ആരംഭിച്ച്
പിന്നെ അവർ ഉയർന്നുയർന്ന് അതിലും അങ്ങ് മിടുക്കന്മാരായിട്ട് വരികയാണ്. അങ്ങനെ എത്രയോ ആളുകളെ ദ്രോഹിച്ച മിടുക്കന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നറിയാവോ? ഞാനത് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ പറയുകയാണ് അന്യോന്യം ദ്രോഹം ചെയ്യുന്നു. അപ്പോൾ രണ്ടുപേരുണ്ടെങ്കിൽ ഒരാൾ മറ്റൊരാൾക്കും ഇദ്ദേഹം അദ്ദേഹത്തിനും ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവരായിരിക്കുന്ന ആ സമൂഹത്തിന് തന്നെ ഇവരൊരു ദ്രോഹമായി മാറിയിരിക്കുന്നു. അന്യോന്യം ദ്രോഹം ചെയ്യുന്നു. ആരും അതിൽ മാറി നിൽക്കുന്നില്ല, പരസ്പരം ദ്രോഹിക്കുകയാണ്. അതെന്തോ ഒരു പരിപാടിയാണ്. ചിലർക്ക് ഈ വാസന ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ പല ആളുകളും ഈ ദ്രോഹിക്കുന്ന കാര്യത്തിൽ മിടുക്കന്മാരായി മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പരസ്പരം ഒരാൾ മറ്റൊരാൾക്ക് വിരോധമായിട്ട് ദ്രോഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിച്ചല്ലോ, നമുക്കൊരു പിതാവാണുള്ളത്, ഒരു ദൈവമാണുള്ളത്. നമ്മളെല്ലാം ആ ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പിതാവിൻ്റെ മക്കളാണ്, ഒരു ശരീരത്തിൻ്റെ വിവിധ അംഗങ്ങളാണ്. ഒന്ന് മറ്റൊന്നിനെ ദ്രോഹിക്കുന്നത് യോഗ്യമല്ല, ശരിയല്ല. നാം പുതിയ നിയമത്തിൽ വായിക്കുന്നത് പോലെ കൈക്ക് കാലിനോട് നിനക്ക് എന്നെക്കൊണ്ട് ആവശ്യമില്ലെന്ന്, കണ്ണിന് മറ്റൊരംഗത്തോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ലെന്ന് പറയാൻ സാധിക്കുകയില്ല. എല്ലാം ബന്ധപ്പെട്ട് കിടക്കുക. ഇതെല്ലാം ചേരുമ്പോഴാണ് ശരിയായിട്ടുള്ള ആരോഗ്യമുള്ള ഒരു രൂപം, ഒരു വ്യക്തിത്വം, ഒരു വ്യക്തി രൂപപ്പെടുന്നത്. പ്രിയമുള്ളവരെ, എന്നാൽ ഒന്ന് മറ്റൊന്നിനെ ദ്രോഹിച്ചാലോ? അപ്പോൾ സ്വന്തം ശരീരത്തിലെ മറ്റൊരു അംഗത്തിനാണ് വേദന അനുഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. ഈ കുഷ്ഠം പോലുള്ള മാരകമായ രോഗം ബാധിച്ച ആളുകൾക്ക് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ ദ്രവിച്ചു പൊടിഞ്ഞു പോകുമ്പോഴോ വേദന അറിയുന്നില്ല. അപ്പം ഇങ്ങനെയുള്ളവർ അങ്ങനെയുള്ള രോഗബാധിതരാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടിരിക്കും. മറ്റുള്ളവരെ ദ്രോഹിച്ച് വേദനിപ്പിച്ച് സന്തോഷം അനുഭവിക്കുന്ന ആളുകളുടെ ഉള്ളിൽ ഈ വക രോഗങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം തൻ്റെ ശരീരത്തിൻ്റെ തന്നെ ഒരു ഭാഗത്തിന് അല്ലെങ്കിൽ ഒരു അംഗത്തിന് വേദന അനുഭവിക്കുമ്പോൾ അവർക്കത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. പ്രിയമുള്ളവരെ, അത് ശരിയല്ല. നാം തിരിച്ചറിയണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അവിടെ യോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നൊരു വാക്ക് നിങ്ങളുടെ ഓർമ്മയിലേക്ക് തരുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ആ 24-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ അവൻ തൻ്റെ സഹോദരന്മാരെ യാത്ര അയച്ചു. എന്ന് പറഞ്ഞാൽ യോസഫിൻ്റെ അടുക്കൽ മിസ്രൈമിൽ സഹോദരന്മാർ വന്നു, അവരെ തമ്മിൽ തിരിച്ചറിഞ്ഞു. ഫറവോനും ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ ജോസഫ് തൻ്റെ സഹോദരന്മാരെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടക്കി അയക്കുക. അതാണ് അവിടുത്തെ വിഷയം. അവർ പുറപ്പെടുമ്പോൾ ജോസഫ് അവരോട് പറയുകയാണ്, നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ട കൂടരുത്. ജോസഫ് പറയുന്ന ഒരു കാര്യം ഇതാ, നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ട കൂടരുത് എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവം അവരുടെ ഉള്ളിലുണ്ടെന്ന് ആർക്കറിയാം? ജോസഫിനറിയാം. അതുകൊണ്ട് ജോസഫ് അവരോട് പറയുകയാണ്, നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ട കൂടരുത്. എത്ര ഗൗരവത്തോടെ കാണേണ്ടുന്നൊരു കാര്യമാണ്. ജ്യേഷ്ഠന്മാരുടെ അനുജൻ പറയുകയാണ്. എന്താ പറയുന്നത്? നിങ്ങൾ വഴിയിൽ വെച്ച് വഴക്കടിക്കരുത്. വിശ്വാസത്തിൻ്റെ യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. ഈ യാത്രയിൽ വഴക്കടിച്ചും തമ്മിൽ പിരിഞ്ഞും ശണ്ട കൂടിയും പിണങ്ങിയും പരിഭവം കാണിച്ചും ഒരുവന് വിരോധമായി ദോഷം പ്രവർത്തിച്ചും അതിൽ ആനന്ദം കണ്ടെത്തിയും മുമ്പോട്ട് പോകാനുള്ള സമയമല്ലിത്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നത്: തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ.
ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നാം നിവർത്തിക്കുന്നത് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുമ്പോഴാണ്. തമ്മിൽ തമ്മിൽ ശണ്ട കൂടുമ്പോഴല്ല, തമ്മിൽ തമ്മിൽ നാം വിരോധമായി പ്രവർത്തിക്കുമ്പോഴല്ല, തമ്മിൽ തമ്മിൽ ഉപദ്രവിക്കുമ്പോഴല്ല. തിരുവചനത്തിൻ്റെ പൂർത്തി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി എന്നിലും താങ്കളിലും ഉണ്ടാകുന്നത് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുമ്പോഴാണ്. എൻ്റെ സഹോദരനാണ് സഹോദരിയാണെന്ന് മനസ്സിലാക്കി അവരുടെ ബുദ്ധിമുട്ടുകളിൽ അവരെ സഹായിക്കുമ്പോൾ, അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുമ്പോൾ, ജീവിതത്തിൽ ഒരുപക്ഷെ വീഴ്ച ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം, അപ്പോഴും തള്ളിക്കളയാതെ ചേർത്ത് നിർത്തുമ്പോഴാണ് നാം തിരുവചനത്തിൻ്റെ നിവൃത്തിക്കായി പ്രവർത്തിക്കുന്നവരായിത്തീരുന്നു. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നാം തമ്മിൽ തമ്മിൽ ശണ്ടയിടുന്നവരാണോ? ഒരുവന് വിരോധമായി ദ്രോഹം പ്രവർത്തിക്കുന്നവനാണോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണോ? മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണോ? ഞാൻ എന്തോ ചെയ്തു, അവനിട്ടൊരു പണി കൊടുത്തു എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ ആനന്ദം അനുഭവിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ദൈവവചനം പറയുന്നു, താങ്കളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ആണോ വസിക്കുന്നത്? അതോ പിശാചിൻ്റെ പ്രവൃത്തിയിൽ താങ്കൾ ആനന്ദം കണ്ടെത്തിയിരിക്കുകയാണോ? തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നവരായി, നല്ല ഉത്തമ സാക്ഷികളായി, നല്ല വിശ്വാസികളായി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ജീവിപ്പാനായിട്ട് എന്നെയും താങ്കളെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ആരെയും ധാരാളം സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ അതുതന്നെ ഒരു വലിയ കാര്യമാണ്. ഭാരങ്ങളെ ചുമക്കാൻ പറ്റിയാൽ ശ്രേഷ്ഠമായ കാര്യമാണ്. ഉപദ്രവിക്കാതിരുന്നാൽ അതും ദൈവം മാനിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ മലാഖി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഈ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ വയ്ക്കണം. വളരെ ദുഃഖത്തോടെ ദൈവം പറയുന്നു, നിങ്ങൾ അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന്? ദൈവം നമ്മെ സഹായിക്കട്ടെ. ചിന്തിക്കുക. കർത്താവിൻ്റെ പിന്നെ നാം മഹത്വപ്പെടട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ശത്രുവാമെന്നിലെന്നു കണ്ടു മിത്രമായി തീർത്തിടുവാൻ എത്ര വേദന നീ സഹിച്ചു. ഇത്രമേൽ സ്നേഹിപ്പാനായി ശത്രുവാമെന്നിലെന്നു കണ്ടു മിത്രമായി തീർത്തിടുവാൻ എത്ര വേദന നീ സഹിച്ചു.